അർഗളാ സ്തോത്രം ദേവീ മാഹാത്മ്യ പാരായണം കൊണ്ട് നമുക്ക് കിട്ടേണ്ട ചില ഗുണങ്ങൾ, ചില ശക്തികൾ, ചില കഴിവുകൾ, ഇതിനൊക്കെ തടസ്സമായി നിൽക്കുന്ന ശക്തികളെ മാറ്റിത്തന്ന് മനസ്സിന് ശക്തിയും കഴിവും ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി ദേവിയോടുള്ള പ്രാർത്ഥനയാണ് ഈ അർഗളാ സ്തോത്രം. അപ്പോൾ ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുന്ന മുഴുവൻ ഗുണങ്ങളും ലഭിക്കാൻ ഈ അർഗളാ സ്തോത്രം പാരായണം ചെയ്യണം. മനുഷ്യർ എപ്പോഴും ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്ന് കാര്യങ്ങളാൽ ദുർബലരായിരിക്കും. മാനസികമായി ദുർബലരായിരിക്കും. മാനസിക ദൗർബല്യം ശാരീരിക ദൗർബല്യത്തിന് കാരണമാകും. ഇതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനകത്ത് ദൗർബല്യം ഇല്ലായ്മ ചെയ്യാൻ ഈ ദേവീ മാഹാത്മ്യവും വളരെയധികം ഗുണം ചെയ്യും. ഈ ദൗർബല്യം ഈ ദേവി മഹാത്മ്യ പാരായണം ചെയ്യുമ്പോൾ കിട്ടേണ്ട എല്ലാ ഗുണങ്ങളും കിട്ടുന്നതിന് വേണ്ടി ശരീരത്തെയും മനസ്സിനെയും പുഷ്ടിപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ ഈ അർഗളാ സ്തോത്ര പാരായണം ദേവി മഹാത്മ്യത്തിന് മുമ്പ് ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ട് അർഗളാ സ്തോത്ര പാരായണം ചെയ്തതിന് ശേഷം വേണം ദേവി മഹാത്മ്യ പാരായണം ചെയ്യാൻ. ഈ അർഗളാ സ്തോത്രം അർത്ഥസഹിതം ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ 9 ഭാഗങ്ങളായിട്ട്, ചെറിയ വീഡിയോകളായ 9 ഭാഗങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുള്ള ദേവി മഹാത്മ്യം ഉള്ളവർ അവരുടെ കയ്യിലുള്ള ദേവി മഹാത്മ്യത്തിൽ അർഗളാ സ്തോത്രം എടുത്ത് വച്ചിട്ട് ഇത് കേൾക്കുക. ചില ശ്ലോകങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റങ്ങൾ ഉണ്ടാവാം, ചിലരിൽ 1-2 കൂടുതലുണ്ടാവാം, ചിലരിൽ അല്പം കുറവായിരിക്കാം. എങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ദേവി മഹാത്മ്യം ഏതാണോ, അതിനകത്തുള്ള അർഗളാ സ്തോത്രം ഏതാണോ അത് നിങ്ങൾ ഉപയോഗിക്കുക, അത് പാരായണം ചെയ്യുക. പക്ഷെ അതിനകത്ത് അർത്ഥം 1-2 ശ്ലോകത്തിൽ മാത്രമേ ചില വാക്കുകളോ കാര്യങ്ങളോ ഒക്കെ മാറ്റം വരികയുള്ളൂ. ചിലപ്പോൾ ഒരു ശ്ലോകം കൂടുകയോ കുറയുകയോ ചെയ്യാമെന്ന് വരാം. കാരണം ഇത് പണ്ട് കേട്ട് എഴുതി വന്നിട്ടുള്ളതാണ്. ഇപ്പോഴാണ് പ്രിന്റിംഗ് ഒക്കെ വന്ന് അത് ഒരു കൃത്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ചില വ്യത്യാസങ്ങൾ അതുകൊണ്ട് ഉണ്ടാവാമെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അതിൻ്റെ ഇതിനൊന്നും ദോഷമുണ്ടാകില്ല. അതങ്ങനെ തന്നെ വായിച്ച് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ കിട്ടുന്ന മുഴുവൻ ഗുണത്തെയും സ്വീകരിക്കാൻ പാകത്തിന് അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി ഈ ദേവിയുടെ അർഗളാ സ്തോത്രം നിങ്ങൾ പാരായണം ചെയ്യുക. വളരെ കുറച്ച് സമയമെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ, അർഗളാ സ്തോത്രം മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം എടുത്ത് വെച്ചുകൊണ്ട് ഈ 9 ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് കേൾക്കുക. അതിനു മുമ്പ് പാരായണം ചെയ്യേണ്ട കവച സ്തോത്രം അർത്ഥസഹിതം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അതും പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കവച സ്തോത്രം കാണാം, അതും പഠിക്കുക. തുടർന്ന് കീലക സ്തോത്രം ഞാൻ ഇതേപോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി പറയാൻ കഴിയുന്ന ഏറ്റവും പരമാവധി ലളിതമായി മനസ്സിലാക്കാൻ പാകത്തിന് പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ അതിൽ പ്രതീക്ഷിക്കുക. എല്ലാവർക്കും നമസ്തേ. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. കാരണം ഈ ദേവി മഹാത്മ്യത്തിൻ്റെ ഓരോ ഭാഗവും ഒരു ഭക്തരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ ഗുണം മൂലമായ അത്രയും പുണ്യം നിങ്ങൾക്കും ലഭിക്കും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതെല്ലാവരിലും എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും മറ്റുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ. എല്ലാവരും അർഗളാ സ്തോത്രവും ദേവി മഹാത്മ്യവും ഒക്കെ പാരായണം ചെയ്യട്ടെ. അതിലൂടെ നമ്മുടെ ദേവിയുടെ അനുഗ്രഹം ഓരോ വ്യക്തിക്കും, ആ വ്യക്തിയിലൂടെ ഓരോ കുടുംബത്തിനും, ആ കുടുംബങ്ങളുടെ കൂട്ടത്തിലൂടെ ഓരോ സമൂഹത്തിനും, അങ്ങനെ ദേശത്തിനാകെയായി ദേവിയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.